അഭിനയിച്ച് ആളുകളുടെ മുന്നിൽ കാപട്യത്തിന്റെ വക്താക്കളായി മാറുകയാണ്. നിന്ന നിൽപ്പിലാണ് അഭിപ്രായം മാറുന്നത്. നിന്ന നിൽപ്പിൽ നേരം ഇരുണ്ട് വെളുക്കുന്നതിന് മുമ്പേ അഭിപ്രായം മാറ്റി പറയുകയാണ്. മുഖ്യമന്ത്രി ഇപ്പോൾ ബാബറി മസ്ജിദിന്റെ കാര്യം പറയുകയാണ്. അതായത് മുഖ്യമന്ത്രിയുടെ അഭിപ്രായത്തിൽ ഒരു സംഘപരിവാറുകാരനും ഒരു BJP-കാരനും വേറൊരു പാർട്ടിയിലേക്ക് പോകരുത്, അവരവിടെ തന്നെ നിൽക്കണമെന്നാണോ? അങ്ങനെയാണെങ്കിൽ CPM നേതാക്കന്മാരെ, CPM-ന്റെ പ്രവർത്തകരെ കൊല ചെയ്യാൻ നേതൃത്വം RSS-ന്റെ ഭാഗത്ത് നിന്ന് കൊണ്ടുപോയ RSS നേതാവിനെ ഈ പിണറായി വിജയൻ മാലയിട്ട് കണ്ണൂരിൽ സ്വീകരിച്ചല്ലോ. അപ്പൊ എവിടെ പോയി ഇദ്ദേഹത്തിന്റെ ഈ ബാബറി മസ്ജിദിന്റെ രാഷ്ട്രീയവും ഈ മതേതര രാഷ്ട്രീയവും? കണ്ണൂരിൽ RSS CPM നേതാക്കന്മാരെ കൊല്ലാൻ നേതൃത്വം കൊടുത്ത, അവരുടെ കൊല്ലാൻ നേതൃത്വം, ഒരു കാലത്ത് CPM RSS സംഘർഷം ഉണ്ടായിരുന്ന കാലത്ത് ഒരു വശത്ത് നിന്ന് RSS-ന് നേതൃത്വം കൊടുത്ത ഒരു നേതാവിനെ CPM-ലേക്ക് മാലയിട്ട് സ്വീകരിച്ചല്ലോ. അന്ന് എവിടെ പോയി ഇദ്ദേഹത്തിന്റെ ആദർശം? പറയുമ്പോൾ ഒന്ന് ഓർത്തു പറഞ്ഞാൽ നന്നായിരിക്കും. ഇല്ലെങ്കിൽ ഈ സ്വന്തം ബുദ്ധിമുട്ട് പുറത്താവും. ഇപ്പൊ BJP വിട്ട് കോൺഗ്രസിൽ ഒരാൾ ചേർന്ന CPM-ന് സഹിക്കൂല എന്ന് ഞങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനിയും ആളുകൾ വരും. വെറുപ്പിന്റെ രാഷ്ട്രീയം വിട്ട്, ഈ ദുർഭരണത്തിന്റെ രാഷ്ട്രീയം വിട്ട്, ഈ ജീർണതയുടെ രാഷ്ട്രീയം വിട്ട് ഒരുപാട്